കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇവിടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ വിശ്വനാഥൻ്റെ മകനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവിടെ നിന്ന് ഇന്നലെ കൊണ്ടുവന്നു 24 മണിക്കൂർ പിന്നിടുമ്പോൾ ആശുപത്രിയിൽ നിന്നും 40,000 രൂപ ബില്ലിട്ടു. ഈ ബില്ലടക്കാതെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നതെന്നാണ് ഇപ്പോൾ മകൻ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ രാത്രി ഒരു ഫയർ ഫോം ഉണ്ടായത് ഒരു 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്താണ്. നമ്മൾ കൺസേൺ ഇല്ലാണ്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഷിഫ്റ്റിംഗ് ആയിരുന്നു. ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബേബിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ പോലീസും ആരോഗ്യമായിട്ട് സംസാരിച്ചായിരുന്നു അവളെ. അപ്പോൾ പറഞ്ഞ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും പേടിക്കേണ്ട, അത് ഗവൺമെൻറ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും, എമർജൻസി ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടുന്ന് വെൻറ്റിലേറ്റർ ഷിഫ്റ്റിംഗ് ആയിരുന്നു പേഷ്യൻ്റെ കണ്ടീഷൻ. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നില ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വെൻറ്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പം ഡിസ്ചാർജ് അവിടെ ഹോസ്പിറ്റലിൽ ബെഡ് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ബെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു ഹ്യൂജ് എമൗണ്ട് പേയ്മെൻറ്റാണ് വന്നേക്കുന്നത് ബില്ല്. സോ ഫിനാൻഷ്യലി ഇപ്പോൾ ഓൾറെഡി ബ്രോക്കൺ ആയിട്ടാണുള്ളത്. ഇതിന് മുന്നേ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. മെഡിക്കൽ കോളേജ് ഓൾറെഡി 8 ദിവസത്തിൻ്റെ അടുത്തായി. അവിടെ അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ എമൗണ്ടൊക്കെ ആയി. അപ്പോൾ വീണ്ടും ഇത്ര ഒറ്റയടിക്ക് ഒരു 24 hours ആയിട്ടില്ല. അപ്പോഴത്തേക്കും 40,000 രൂപ ബില്ല് വരിക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളെ ബന്ധപ്പെട്ട് ആരെങ്കിലും ഇങ്ങോട്ടും വരായിരുന്നു. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റ് വരായിരുന്നു. അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവരെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയും. സംസാരിച്ചു, എല്ലാവരോടും സംസാരിച്ചു. ഇപ്പോൾ വെർബലി ഇങ്ങനെ പറയുന്നതല്ലാതെ പ്രാക്ടിക്കലി നമുക്കൊന്നും നടന്നിട്ടില്ല. അവർക്ക് ഒരു ഹയർ അതോറിറ്റീസിൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷനോ ഒരു കോൾ പോലും അവർക്ക് ഒഫീഷ്യലി കിട്ടിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറയാമെന്നല്ലാതെ എല്ലാവരും ഇപ്പോൾ സെറ്റാക്കാന്നുള്ള രീതിയിൽ പറയാമെന്നല്ലാതെ അവർക്കൊരു കോളോ ഒരു നോട്ടിഫിക്കേഷനോ ഒഫീഷ്യലി ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്ക് പേയ്മെൻറ്റ് അല്ലാതെ ഓപ്ഷനില്ല, നമുക്ക് അടയ്ക്കാനുള്ള വേറെ വഴിയുമില്ല. അതെ, അവർക്കത് കിട്ടാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സാമ്പത്തികമായി ഏറെ പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ടാണ് ആളുകൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അവിടെ നിന്നും ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവിടെ ഇത്ര ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഭീമമായ തുക 40,000 രൂപ എന്ന് പറയുന്നത് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു 40,000 രൂപയുടെ ബില്ല് രോഗികളുടെ ബന്ധുക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് അടക്കാതെ ഇവിടെ നിന്നും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. എത്രയും പെട്ടെന്ന് അധികൃതർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇതിനുള്ള പരിഹാരം കാണണമെന്നാണ് ആവശ്യം വരുന്നത്. ക്യാമറ പേഴ്സൺ നിതിൻ ഗോപിക്കൊപ്പം ഫൈസൽ ബാല, മീഡിയ 1 കോഴിക്കോട്.